കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം 13-ാം തീയതി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് ഈ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്മഗ്ലിങ്ങിൻ്റെ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുടെയൊക്കെ വിവരങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട നിലയിൽ PR ഏജൻസി നൽകുന്നു. 21-ാം തീയതി വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവിടെ നടക്കുന്ന കള്ളക്കടത്തിനെ കുറിച്ച് വിശദമായി എത്ര കിലോ സ്വർണം എത്ര രൂപ എന്ന് വിശദമാക്കുന്നു. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ദ ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടേതായി വന്ന അഭിമുഖത്തിൽ ഈ പരാമർശം വരുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന വാക്ക് പറഞ്ഞില്ല എന്നുള്ളത് ശരി. പക്ഷേ മലപ്പുറം ജില്ലയിൽ നടന്ന ക്രൈമിൻ്റെ ഈ കണക്ക് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജില്ലയെ ആകെ അല്ലെങ്കിൽ ആ ജില്ലയിലെ ജനങ്ങളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർത്തുക എന്ന കാര്യം അൻവറിന് മറുപടി കൊടുക്കാൻ മുഖ്യമന്ത്രി ചെയ്യേണ്ടതുണ്ടോ? കള്ളക്കടത്ത് എന്ന് പറയുന്നത് നമ്മളുടെ നാടിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ്. അതിനെ ആരും അനുകൂലിക്കില്ല. കള്ളക്കടത്ത് തടയപ്പെടേണ്ടത് തന്നെയാണ്. കള്ളക്കടത്ത് തടയുമ്പോൾ അതിൽ നിന്ന് വല്ലതും പോലീസ് തട്ടിയെടുക്കുന്നുണ്ടോ എന്നുള്ളത് സമഗ്രമായി അന്വേഷിക്കുകയും കുറ്റക്കാരായ ആളുകളെ പുറത്തു കൊണ്ടുവരികയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അന്നും ഇന്നും എൻ്റെ അഭിപ്രായം. ഇതൊക്കെ വളരെ നിഷ്കളങ്കമായി. ഇപ്പോൾ സെപ്റ്റംബർ മാസം 13-ാം തീയതിയുടെ വാർത്താക്കുറിപ്പ്, 21-ാം തീയതിയുടെ മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനം, അതിനുശേഷം ഹിന്ദുവിൽ വന്ന അഭിമുഖം, ഇതെല്ലാം ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണെങ്കിലോ ഇത് സംഘപരിവാർ വൽക്കരണത്തിന്റെ സൂചനയാണെന്നാണ് VD സതീശൻ പറയുന്നത്. പ്രതിപക്ഷത്തെ നമ്മൾ അങ്ങനെ അവിശ്വസിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അവിശ്വസിക്കേണ്ടതുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവാണോ കേരളത്തിൽ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണോ ശക്തനായിട്ടുള്ള RSS വിരുദ്ധ ഹിന്ദു ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാട് കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്? ഗോൾവാൾക്കറുടെ വിചാരധാര എഴുതിയ ഗോൾവാൾക്കറുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ കൈകൂപ്പി നിന്നത് പൊതുപരിപാടിയല്ലേ? ഗോൾവാൾക്കറുടെ ഫോട്ടോക്ക് മുന്നിൽ പൊതുപരിപാടിയിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. ജനപ്രതിനിധികളെ പൊതുപരിപാടിയിൽ വിളിക്കുന്നതും രഹസ്യ കൂടിക്കാഴ്ചകളും പൊളിറ്റിക്കൽ ഡീലും ഒക്കെ വ്യത്യസ്തങ്ങളായ. ഞാൻ അഭിലാഷിനോട് ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണോ സംശുദ്ധമായ മതനിരപേക്ഷ കാഴ്ചപ്പാട് ഹിന്ദു വർഗീയതയോടും മുസ്ലിം വർഗീയതയോടും ക്രിസ്ത്യൻ വർഗീയതയോടും ഒരേ സമയം ഫൈറ്റ് ചെയ്ത് നിലപാട് വ്യക്തമാക്കുകയും അതിനെതിരായി നിലനിൽക്കുകയും ചെയ്തിട്ടുള്ള മതനിരപേക്ഷ കാഴ്ചപ്പാടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം. ഞാൻ പറയുന്നത് അതെല്ലാം രണ്ടുപേർക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ആരാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ആ കാര്യത്തിൽ? അതിലെങ്ങനെയാണ് ചാമ്പ്യൻഷിപ്പ് നിർണ്ണയിക്കുക? അതിലെങ്ങനെയാണ് ചാമ്പ്യൻഷിപ്പ്? ഇന്നുവരെയുള്ള ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സതീശൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ RSSനും BJPക്കുമെതിരായി, അവരുടെ പ്രത്യയശാസ്ത്രത്തിനെതിരായി, BJP എന്ന പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെതിരായിട്ടല്ല ഞാൻ പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരായിട്ടുമല്ല പറയുന്നത്, RSS മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരായി, ഗോൾവാൾക്കറുടെ വിചാരധാരയിലെ വാചകങ്ങൾക്കെതിരായി, അതിലെ കാഴ്ചപ്പാടുകൾക്കെതിരായി ഇന്നുവരെയുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരു തട്ടിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടുകളും സമീപനങ്ങളും മറുതട്ടിലുമായി തൂക്കി നോക്കിയാൽ അത് വ്യക്തമാവില്ലേ? അല്ല, അങ്ങനെ തൂക്കം ഒപ്പിക്കേണ്ട പ്രശ്നമാണോ ഇത്? പിണറായി വിജയൻ കേരളത്തിൻ്റെ ഭരണാധികാരിയാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലപാടുകളുണ്ട്, നടപടികളുണ്ട്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിം പ്രീണനം CPMൽ ആരോപിക്കപ്പെട്ടു എന്ന്. ശരിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം മുസ്ലിം പ്രീണനം ആരോപിക്കപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി. ഇപ്പോൾ ആ തിരിച്ചടി മറികടക്കാൻ വേണ്ടി പ്ലേറ്റ് മാറ്റുന്നുണ്ടോ? അങ്ങനെ പ്ലേറ്റ് മാറ്റുകയല്ല ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഏതായാലും എതിരായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു വിഭാഗം എതിരായി കഴിഞ്ഞു. ഇനി മറുവിഭാഗത്തെ കൂടി എതിരാക്കണം. അതിന് കള്ളക്കഥകൾ മെനയുക. അതല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CPMനെ ഒരേ സമയം മുസ്ലിം വിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. ക്രിസ്ത്യൻ വിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങളും മറുഭാഗത്ത് നടക്കുന്നു. ഇങ്ങനെ എല്ലാ പ്രഖ്യാപിത മതവിഭാഗങ്ങൾക്കും CPM എതിരാണ്, ഇടതുപക്ഷമെതിരാണ്, കമ്മ്യൂണിസ്റ്റുകാരെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ 3 വിഭാഗങ്ങളിലെ വർഗീയ ശക്തികൾ, തീവ്രവാദികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്.